അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ബംഗ്ലാദേശി വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നു. പ്രയാസകരമായ ഘട്ടത്തിലും ബംഗ്ലാദേശിന് നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ച് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ബംഗ്ലാദേശി വിദ്യാർത്ഥികൾ. ഇന്ത്യയിൽ തങ്ങൾ സുരക്ഷിതരാണ്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇങ്ങനെ വ്യക്തമാക്കിയത്. സ്വന്തം നാട്ടിലേക്ക് ഇനി എപ്പോൾ മടങ്ങാൻ സാധിക്കുമെന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളും അവർ പങ്കുവച്ചു. വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിയായ പായൽ റോയ് പറയുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ സുരക്ഷിതരായി തുടരണമെന്നാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഗ്രാമപ്രദേശത്താണ് എൻ്റെ കുടുംബം. അവരുമായി ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതിൽ വളരെയധികം ആശങ്കയുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും സഹപാഠികളുമെല്ലാം വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇത് വളരെയധികം ആശ്വാസം നൽകുന്ന കാര്യമാണ്. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ബംഗ്ലാദേശിന് നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യയിലെ സർക്കാരിനെ ചിലർ വിമർശിക്കുന്നത് കാണുമ്പോൾ നിരാശ തോന്നുന്നു. കാരണം വിഷമകരമായ ഘട്ടത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത് എന്നും പായൽ പറയുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിലൂടെ ഇന്ത്യയിലെ സർക്കാർ ബംഗ്ലാദേശിനോടുള്ള പ്രതിബദ്ധതയാണ് ഒരിക്കൽ കൂടി തെളിയിച്ചത്. യഥാർത്ഥ സുഹൃത്ത് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇതിലൂടെ വ്യക്തമായത് എന്നും പറയുന്നു. 1971 യുദ്ധത്തിന്റെ കണക്കുകൾ തീർക്കാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് സാമൂഹിക പ്രവർത്തകനായ വിശാൽ ശർമ്മയുടെ വാക്കുകൾ. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ പാകിസ്ഥാൻ തന്നെ ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ പൊതുഭരണ മന്ത്രാലയത്തിന്റെ 2022 റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശിൽ 1.9 ദശലക്ഷത്തിലധികം സിവിൽ സർവീസ് തസ്തികകളുണ്ട്. ഈ ജോലികളിലേക്ക് നിയമിക്കപ്പെട്ടവരിൽ പകുതിയിലധികം പേരും മെറിറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, മറിച്ച് സ്ത്രീകൾ, വികസിത ജില്ലകളിൽ താമസിക്കുന്നവർ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് മുൻഗണന നൽകുന്ന സ്ഥിരീകരണ പ്രവർത്തന നിയമങ്ങൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 1971 പാകിസ്ഥാനെതിരായ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് 30% തസ്തികകൾ സംവരണം ചെയ്യുന്നതാണ് ഈ ക്വാട്ട സമ്പ്രദായത്തിന്റെ ഏറ്റവും വിവാദപരമായ വശം. നിലവിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവും സ്വാതന്ത്ര്യ നേതാവുമായ ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ് 1972 നിലവിലെ നിയമങ്ങൾ കൊണ്ടുവന്നത്. 2018 വിദ്യാർത്ഥികളുടെ നേരത്തെയുള്ള പ്രതിഷേധം ക്വാട്ട സ്കീം വെട്ടിക്കുറയ്ക്കാൻ ഹസീനയുടെ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ മാറ്റം നിയമവിരുദ്ധമാണെന്ന് കഴിഞ്ഞ മാസം ഹൈക്കോടതി വിധിച്ചു. സർക്കാർ നിർത്തലാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി വിഭാഗത്തെ വീണ്ടും കൊണ്ടുവരാൻ ഉത്തരവിടുകയും ചെയ്തിടത്താണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.